വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന് ആശ്വാസം. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി കോടതി തള്ളി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും. ശ്രീകാന്ത്, ഇത് വളരെ സുപ്രധാനമായ ഒരു ഇടപെടലായി നമുക്ക് കാണേണ്ടി വരും. കാരണം പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമാണ് ഈ എസ്റ്റേറ്റ് ഭൂമിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ആ കാര്യത്തിൽ വയനാട്ടിലെ ഈ ദുരന്ത ബാധിതർക്ക് അനുകൂലമായ ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? എന്താണ് ഉത്തരവിൽ പറയുന്നത്? ഉപഭീഷൺ ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും എത്തിയിരിക്കുന്നു. അതായത് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏക തടസ്സം ഈ ടൗൺഷിപ്പ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് ആ ഭൂമി ഏറ്റെടുക്കലായിരുന്നു. എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ഭൂമി ഏറ്റെടുക്കലിനെതിരെ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയും ചെയ്തത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഈ പുനരധിവാസം നീണ്ടുപോകുന്നതിനും സർക്കാർ പഴി കേൾക്കുന്നതിനും കാരണമായിരുന്നു. ഇപ്പോഴിതാ ആ വിഷയത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഹാരം വന്നിരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കാം എന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഈ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടത്തേണ്ടത്. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം. ടൗൺഷിപ്പായി എസ്റ്റേറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം കൂടി ഈ എസ്റ്റേറ്റ് ഉടമകൾ ചെയ്തു നൽകണമെന്നും പറയുന്നുണ്ട്. നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് വീണ്ടും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എന്നീ എസ്റ്റേറ്റ് ഉടമകളായിരുന്നു ഇതിന്റെ ഹർജിക്കാരായി വന്നത്. ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി ഹർജിക്കാരുടേതല്ല എന്ന് ഈ അളവിനിടെ സർക്കാരിന് തോന്നിയാൽ അത് തിരികെ കിട്ടുന്നതിനുള്ള, ആ മുൻകൂർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം തിരികെ കിട്ടുന്നതിനുള്ള നടപടി കൂടി സർക്കാരിന് സ്വീകരിക്കാമെന്നാണ്. അതായത് സമ്പൂർണമായും സർക്കാരിന്റെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ തന്നെ ഭൂമി ഏറ്റെടുക്കലും ടൗൺഷിപ്പ് നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അപ്പോഴും ഒരു കാര്യം, ഇനി ഇവർ അപ്പീലിന് പോകുമോ എന്നുള്ളതും കൂടി ഇതോടൊപ്പം നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ശ്രീകാന്ത്, ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട് എന്നതാണല്ലോ ഹൈക്കോടതി ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്തായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി വിട്ടു നൽകാത്തതിന് കാരണമായി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത്? നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് മറ്റെന്തെങ്കിലും മാനദണ്ഡം കോടതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര സമയത്തിനകം ടൗൺഷിപ്പ് പൂർത്തിയാക്കണം എന്നതടക്കം ഏതെങ്കിലും കാര്യങ്ങളിൽ കോടതി പ്രത്യേകമായി എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ ഈ ഉത്തരവിൽ? തങ്ങളുടെ കൈവശമിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിനും അതിന്റെ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാരിന്റെ ഭാഗത്തില്ല എന്നുള്ളത് അവർ കോടതിയിൽ ഈ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും സർക്കാരിനൊരു മേൽക്കൈ ഉണ്ടാകും. സർക്കാർ നിശ്ചയിക്കുന്ന വിലയായിരിക്കും അത്. സർക്കാർ അതിന് അവിടുത്തെ നിലവിലുള്ള രീതി അനുസരിച്ചുള്ള ഒരു വില നിശ്ചയിക്കും. അതിനൊരു നഷ്ടപരിഹാരം കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമാകില്ല എന്നൊരു കൃത്യമായ ഒരു വിലയിരുത്തൽ ഈ എസ്റ്റേറ്റ് ഉടമകൾക്കും ഉണ്ടായിരുന്നു. അതവർ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. അത് പക്ഷേ കോടതി മുൻപാകെ വിലപ്പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ദുരന്ത ബാധിതർക്ക് അനുകൂലമായ നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇത്ര കാലത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കണം എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കലായിരുന്നു. അതിന് വേണ്ട സഹായം എസ്റ്റേറ്റ് ഉടമകൾ ചെയ്ത് നൽകണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ശക്തമായ എതിർപ്പ് അവർ ഉന്നയിച്ചിരുന്നു. കാരണം സർക്കാരിന് മേൽക്കൈ ഉണ്ടാകുന്ന തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ വന്നാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി അതിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഏത് ഘട്ടത്തിലും സർക്കാരിന് തന്നെയാണ് മേൽക്കൈ. ശരി, നമുക്ക് സുർജിത് അയ്യപ്പത്തിലേക്ക് പോകാം. വയനാട്ടിൽ സുർജിത്ത് ഉണ്ട്. അല്പസമയത്ത് തന്നെ സുർജിത്ത് നമ്മളോടൊപ്പം ചേരും. സുർജിത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ശ്രീകാന്ത്, ഞാൻ ഒരിക്കൽ കൂടി ശ്രീകാന്തിലേക്ക് വരുന്നു. ശ്രീകാന്ത്, ഇതിൽ ഈ എസ്റ്റേറ്റ് ഉടമകളുടെ ഏക ആശങ്ക സർക്കാർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാര തുക സംബന്ധിച്ച് മാത്രമാണോ? ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കോടതി പുറത്തിറക്കിയ ഉത്തരവിലെ ഒരു പ്രധാന ഭാഗമായി പിന്നീട് തോന്നിയത് ഈ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ ഭൂമി എസ്റ്റേറ്റ് ഉടമകളുടേതല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതുവരെ നൽകിയ തുകയെല്ലാം തിരിച്ചടവ് സർക്കാരിന് നൽകണം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായും, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ സമ്പൂർണ്ണമായ വിജയം സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? മറ്റെന്തെങ്കിലും ആശങ്കകൾ എസ്റ്റേറ്റ് ഉടമകൾ ഈ ഹർജിയുമായി ചെന്നപ്പോൾ
കോടതിക്ക് മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ടോ? അത് അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സമീപനം കോടതി സ്വീകരിച്ചിട്ടുണ്ടോ? ഗോപീഷൻ, ഒരു കാര്യം ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, പല സ്ഥലങ്ങളിലും ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഈ എസ്റ്റേറ്റ് ഉടമകളുടെ കൈവശമുണ്ട്. അത് ഹാരിസന്റെ കയ്യിലുമുണ്ട്, എൽസ്റ്റന്റെ കയ്യിലുമുണ്ട്. സ്വാഭാവികമായി ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ വരുമ്പോൾ അക്കാര്യം കൂടി ഉയർന്നു വരും എന്ന ആശങ്ക അവർക്കുണ്ട്. പക്ഷെ അത് കോടതി മുൻപാകെ അവതരിപ്പിക്കുന്നതിന് പരിമിതിയും അവർക്കുണ്ട്. സ്വാഭാവികമായും ഈ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഊന്നിയേ അവർക്ക് വാദം മുന്നോട്ട് വെക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതിൽ തന്ത്രപരമായി നീങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാർ ഈ പാട്ടക്കാലാവധി അടക്കം കഴിഞ്ഞ കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഹാരിസന്റേതായാലും എൽസ്റ്റന്റേതായാലും പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയടക്കമുണ്ട് എന്നുള്ളത് സർക്കാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയ കോടതിയിൽ. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് അത്തരത്തിൽ കാലാവധി കഴിഞ്ഞ് അവരുടേതല്ലാത്ത എസ്റ്റേറ്റ് ഉടമകളുടേതല്ലാത്ത ഭൂമി അക്കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനുകൂടി പണം നൽകേണ്ട സാഹചര്യം സർക്കാരിന് വന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ആ പണം തിരിച്ചു പിടിക്കുന്നതിനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്നുകൂടി പറഞ്ഞത് ഈ ഘട്ടത്തിലാണ്. അതായത് ഈ ഭൂ ഉടമകൾക്ക് രണ്ട് കാര്യത്തിൽ പ്രശ്നം വരാം. ഒന്ന്, കൈവശമുള്ള പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി അടക്കം കൈമോശം വരും എന്ന ആശങ്ക അവർക്കുണ്ട്. രണ്ട്, ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച ആശങ്കയും അവരുടെ മുന്നിലുണ്ട്. ശരി ശ്രീകാന്ത്, നമുക്ക് ഈ ഉത്തരവിന്റെ കൂടുതൽ ഭാഗങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സങ്കീർണതകളും നിലനിൽക്കുന്നതിനിടയിലാണ് സർക്കാരിന് ആശ്വാസമായുള്ള ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. സർക്കാരിന് സ്വാഭാവികമായും ടൗൺഷിപ്പ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ പുനരധിവാസ ശ്രമങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ ശ്രമങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണയില്ല എന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി ചർച്ച ചെയ്യുമ്പോഴാണ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് അനുകൂലമായ ഒരു ഹൈക്കോടതി ഉത്തരവ് ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിന് സർക്കാരിന് കുറെ കൂടി അനായാസം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനോട് ദുരന്ത ബാധിതർ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം. സുർജിത് അയ്യപ്പൻ ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്ന് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും.